ഇപ്രാവശ്യം മാവ് നല്ലോണം പൂത്തിട്ടുണ്ടല്ലേ ചേച്ചി? ആ, അല്ലെങ്കിൽ ഇപ്രാവശ്യം എല്ലായിടത്തും നന്നായിട്ട് പൂത്തുന്നു. ആർക്കാ ഇപ്പൊ ചക്കി മാങ്ങയൊക്കെ വേണ്ടത്? നമ്മളൊക്കെ ചെറുപ്പത്തിലൊരു മാവൊക്കെ പൂത്ത അതിന്റെ ചോട്ടിൽ നമ്മളൊക്കെ പോരലുണ്ടല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊക്കെ വേണം. ഒക്കെ ഫാസ്റ്റ് ഫുഡല്ലേ. അത് ശരി തന്നെയാണ്. നാട്ടില് മുഴുവൻ ഇപ്പൊ ക്യാൻസർ അല്ലേ, എവിടെയാ ഇപ്പൊ ഇല്ലാത്തത്? ശരിയാ, എല്ലാത്തിലും മായം തന്നെയല്ലേ. കഴിക്കണേലാണേലും കുടിക്കണേലാണെങ്കിലും പച്ചക്കറികളിലും എല്ലാത്തിലും മായം തന്നെയല്ലേ ഇപ്പോൾ. പിന്നെ എങ്ങനെ അസുഖങ്ങൾ വരാതിരിക്കുക? അതന്നെ ഞാൻ പറഞ്ഞതേ. ഞാൻ കണ്ടില്ലേ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചുണ്ടാക്കും. മുളകും പൊടിയും മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും ഒക്കെ. ഞാൻ എന്നിട്ട് അത് എന്ത് ചെയ്യുന്നറിയും, എൻ്റെ ആവശ്യമുള്ളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് എല്ലാ വീടുകളിലൊക്കെ നടന്നത് കൊണ്ട് കൊടുക്കും. നമുക്ക് ക്യാൻസറിനെതിരെ പോരാടണ്ടേ? പോരാടണം. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ 2 പാക്കറ്റ് എടുക്കാല്ലേ? 2 പാക്കറ്റ് വേണോ? അല്ല, പോരാടണ്ടേ നമുക്ക്? ആ, പോരാടണം പോരാടണം. ചേച്ചി ചേച്ചി എന്താ കുട്ടി ഈ നേമിൽ ഇവിടെ ഇരുന്ന് ഇങ്ങോട്ട് കയറിയിരിക്കാറില്ലേ? കുഴപ്പമില്ല ചേച്ചി, ഇവിടെ ഇരിക്കുക. കുറച്ച് വെള്ളം തരുമോ കുടിക്കാൻ? ആയിക്കോട്ടെ, ഇപ്പൊ കൊണ്ടുവന്നു. എന്താ കുട്ടി? എന്താ മോൾക്ക് പറ്റിയേ? എന്തെങ്കിലും അസുഖമുണ്ടോ? ഇല്ല ചേച്ചി, രാവിലെ തുടങ്ങിയ അലച്ചിലാണ്. ചേച്ചീനെ കണ്ടപ്പോൾ ഒരു മനുഷ്യപ്പറ്റുള്ള പോലെ തോന്നി. അതാ ഓടിക്കേറിയിരുന്നത്. എല്ലായിടത്തും അങ്ങനെ ഇരിക്കാൻ പറ്റൂലല്ലോ. മോളെ എവിടുത്തെ? ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. എവിടുന്നാ വരുന്നു? എൻ്റെ വീട് മഞ്ചേരിയാ ചേച്ചി. ഞാൻ ഈ വീടുകളിലൊക്കെ പൊടികളൊക്കെ നടന്ന് വിൽക്കലാണ് എൻ്റെ പണി. ഇന്നാണെങ്കിൽ ഭയങ്കര വെയില്. വീട്ടിലാരൊക്കെ ഉള്ളത്? കല്യാണം കഴിഞ്ഞതാ? മക്കളൊക്കെ ഉണ്ടോ? അതൊക്കെ വലിയൊരു കഥയാണ്. ചെറുപ്പം മുതലേ അനാഥാലയത്തിലാണ് ഞാൻ വളർന്നത്. അവിടുന്ന് ഓരോരു കല്യാണമൊക്കെ കഴിപ്പിച്ച് അയച്ചു. അയാൾ കുട്ടികൾ 3 ആയപ്പോൾ ഞങ്ങളെ ഇട്ടിട്ട് അയാളെ പാടും നോക്കിപ്പോയി. പിന്നെ ഇപ്പോൾ കുട്ടികളെ പോറ്റണ്ടേ. അപ്പം ഞാൻ വീട്ടിലിരുന്ന് കുറച്ച് പൊടികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നടന്ന് വിൽക്കും. അതാണിപ്പോൾ എൻ്റെ പണി. വല്ലാത്തൊരു കഷ്ടം തന്നെ. എന്നിട്ടിപ്പോൾ എന്തൊക്കെ പൊടിയാണ് എൻ്റെ അടുത്തുള്ളത്? 980 അല്ലേ? ആ ചേച്ചി, ഞാനിത് വിൽക്കാൻ വേണ്ടി കയറിയതല്ല കേട്ടോ. ഇവിടെ എനിക്ക് തീരെ വയ്യാന്ന് തോന്നിയപ്പോഴാണ് നിങ്ങളെ കണ്ടത്. നിങ്ങളെ കണ്ടപ്പോഴേക്ക് എൻ്റെ അമ്മേൻ്റെ പോലെ തോന്നി. അല്ല കുട്ടി, കുട്ടി അനാഥാലയത്തിലാണെന്നല്ലേ പറഞ്ഞു? ആ അതന്നെ ചേച്ചി, അനാഥാലയത്തിൽ അമ്മേനെ പോലെ. അല്ല ചേച്ചി, ഇപ്പൊ ക്ഷീണത്തിന് നല്ല കുറവുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. ശരി കേട്ടോ, ഇനി വരുമ്പോ കാണാട്ടോ.